ആൻ്റപ്പൻ്റെ അത്ഭുത പ്രവർത്തികൾ എന്ന സിനിമ വനിത വിനീത എന്ന തിയേറ്ററിലാണ് ഇവിടെ ഉള്ളത്. ഈ ആൻ്റപ്പൻ്റെ അത്ഭുത പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ആൻ്റപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിപിനാറ്റി എന്ന് പറഞ്ഞ ഡയറക്ടർ ഉണ്ടല്ലോ, അവൻ ഇത് കാണിക്കുന്ന നടുക്കിരിക്കുന്നത് അവൻ എന്തോ യേശു ആന്നൊക്കെ പറഞ്ഞാണ് ഈ സിനിമയിൽ കാണിച്ചേക്കുന്നത്. സത്യത്തിൽ ഇത് എനിക്ക് വെച്ചിരുന്ന വേഷമാണ്. ഇവൻ തന്നെയാണ് ഡയറക്ടർ എന്നോട് പറഞ്ഞത്, നിനക്ക് കർത്താവിൻ്റെ ഒരു വേഷമുണ്ട്, എനിക്കാകുമ്പോൾ കണ്ടോ താടിയുണ്ട്, മുടിയുണ്ട്, ലുക്കുണ്ട്, കർത്താവിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ട്, സ്വഭാവ ഗുണങ്ങളുണ്ട്, ഇനി ക്രൂശിച്ചാൽ മതി, ഞാൻ സ്വർഗത്തിലോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇവൻ എന്നോട് പറയാ നിനക്ക് റോളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ച് ചതിക്കുകയെന്ന്. നാട്ടിൽ ചതിച്ചതാ, മനസ്സിലായോ? അപ്പോൾ ഇവൻ വിചാരിച്ച് ഞാനിത് അറിയത്തില്ലെന്ന്. ഏത് പടം റിലീസാകുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ലെന്ന് നമ്മൾ വിചാരിച്ച്, പക്ഷെ ഇത് നമുക്ക് മനസ്സിലാവുമല്ലോ ഇതെന്താ ഉദ്ദേശം എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ടീമുകളൊക്കെ കൂടെ ഇങ്ങനെ എത്ര പേർക്ക് റോൾ കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്നുണ്ട്. മാത്രമല്ല ഇവനെ കണ്ടിട്ട് എന്ത് കർത്താവ്, ഇവൻ ഇതിനെയൊക്കെ കണ്ടാലും കർത്താവെന്നൊക്കെ പറഞ്ഞ് ശരിയാവുന്നുണ്ടോ? എന്നെ നോക്ക്, ഞാൻ ഇങ്ങനെയൊക്കെ നിന്ന് കാണിച്ച് എങ്ങനെ ഒരു പള്ളിമണിയും കൂടെ അടിക്കാം ഇങ്ങനെ ഇത് നോക്ക്. എന്റെ തലയിലെ മറ്റേ വട്ടം അല്ലാതെ തന്നെ ഇല്ലേ നോക്കി, കാണുന്നില്ല തനിക്ക്, ക്യാമറ കാണാൻ പറ്റത്തില്ല. പക്ഷെ ബുദ്ധിയുള്ളവർക്ക് കാണാൻ പറ്റത്തുള്ളൂ. അത് നേരിട്ട് കാണാൻ പറ്റും, ക്യാമറ കാണാൻ പറ്റത്തില്ല. ഇല്ലല്ലേ? കാരണം ഈ സാധനം ഉള്ള കാലത്ത് ആ ടെക്നോളജി ഇല്ല. ക്യാമറ പിടിക്കുന്ന സൈസ് വെളിച്ചമല്ല, മനസ്സിലായി? അത് എനിക്കേ ഉള്ളൂ. ഇത് ഡ്യൂപ്ലിക്കേറ്റ്, മനസ്സിലായോ? തലയിലൊക്കെ വട്ടം ഇട്ട് വെച്ചേക്കുന്ന ഉടായിപ്പ, മനസ്സിലായോ? അതൊക്കെ ചുമ്മാ നമ്പർ, ഇത് ഒറിജിനൽ. അത് നേരിട്ട് കണ്ടാലേ അറിയത്തുള്ളൂ. അല്ല സിനിമയിലൊക്കെ ഇങ്ങനെ പല തട്ടിപ്പും നടക്കും. ഇതൊട്ടും ശരിയായില്ല. ആറ്റ്ലി എന്ന് പറഞ്ഞ ഡയറക്ടറെ പറ്റി ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത്. കർത്താവ് യേശുക്രിസ്തുവായിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ ചിലപ്പോൾ 1-2 പേരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ കേരളത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ആ റോൾ എനിക്ക് തരാതെ ഞാൻ തന്നെ ഇതൊക്കെ എടുത്ത് ചെയ്തത് വളരെ മോശമായിപ്പോയി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വനിത വിനീതയാണെന്ന് പറയുന്നു. അതായത് വിനീതയായ ഏതോ വനിതയുടെ എന്തോ തിയേറ്റർ ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതോ ഇനി വിനീത് വനിതയാണെന്നാണോ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലേ? ഈ തിയേറ്ററിൻ്റെ പേര് വിനീത് വനിതയായെന്നോ വനിത വിനീതയാണെന്നോ വിനീതയായ വനിതയാണെന്നോ ഏതോ വനിതയെ പറ്റിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആരാണ് വിനീതൻ അല്ലെ വിനീത അതെനിക്കറിയില്ല. അപ്പോൾ വനിതാ വിനീത എന്ന് പറയുന്നത് ഇടപ്പള്ളിയിലൊരു തിയേറ്ററാണ്. ഇവിടെയാണ് ആറാട്ടണ്ണൻ ജനിച്ചത്, പെരേര ജനിച്ചത്. ഒരു ദിവസം പൊട്ടിമുളക്കുകയായിരുന്നു, തിരക്കുകയായിരുന്നു. AJP, ആറാട്ടണ്ണൻ, ടൈഗർ, കിംബോയ് എന്നൊക്കെ അവർ വേറെ എവിടെ നിന്ന് വന്നതാണ്. ഇവിടെ ജനിച്ചവർ വേറെ ആരാ ഉള്ളത്? ആറാട്ടണ്ണനാണ് ഇതിനകത്തെ സ്റ്റാർ അല്ലേ? ഒരു ദിവസം ഇങ്ങനെ പൊട്ടിമുളയ്ക്കാന്ന് കേട്ടിട്ടില്ലേ? അന്ന് പറഞ്ഞ പോലെ വന്ന ആറാട്ടണ്ണൻ. AJP ഇവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ. അപ്പോൾ എന്നാണേലും ഈ ആൻ്റപ്പൻ്റെ അത്ഭുത പ്രവർത്തികൾ നിങ്ങൾ പറ്റിയാൽ വന്ന് കണ്ടു നോക്കുക, കോമഡിയാണ്. അപ്പോൾ ശരി, ബൈ.